സോണി ചെറുവത്തൂർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ കൂടി ചേരുന്നുണ്ട്. തീർച്ചയായും അഭിമാനകരമായ ഒരു നേട്ടമാണ്. ശ്രീ സോണി ചെറുവത്തൂർ, ഒരു റൺ, ഒരേയൊരു റൺ, അതായിരുന്നു എല്ലാം അല്ലേ? യാതൊരു സംശയമില്ല. പക്ഷെ ആ ഒരു റൺ ഏതാണ്ട് 9 വിക്കറ്റ് നഷ്ടപ്പെട്ട ശേഷം ആരും വിശ്വസിക്കാതിരുന്ന സമയത്ത് അത്തരത്തിൽ ഒരു ഫൈറ്റ് ബാക്ക് നടത്താൻ തക്ക രീതിയിലേക്ക് ഈ കേരള ടീമിന്റെ മനക്കെട്ടി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി തെളിയിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു കേരള ടീമിന്റെ ഭാഗത്ത്. അത് ഒരാളുടെ പ്രകടനം, ഓഫ്കോഴ്സ് സൽമാൻ നിസാർ എന്ന ആ താരത്തിന്റെ പ്രകടനം എടുത്തു പറയണം. പക്ഷെ മൊത്തത്തിൽ ടീം കാണിച്ച ക്യാരക്ടർ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ടീം കാണിക്കുന്ന പ്രകടനങ്ങൾ തീർച്ചയായിട്ടും അഭിമാനകരമാണ്. വലിയ ആശങ്ക കേരളത്തിന്റെ പ്രകടനത്തിൽ ആദ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ ഒരു മാച്ചിന്റെ മുന്നോട്ട് പോക്ക് ജമ്മു കാശ്മീരിന് അനുകൂലമായിരിക്കുമെന്ന വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഏത് പോയിന്റിലാണ് കൃത്യമായി കേരളം കളത്തിലേക്ക് തിരികെ വന്നത്? രണ്ട് കൂട്ടുകെട്ടുകൾ, പ്രത്യേകിച്ച് കരുത്തരായ മുംബൈയെ തോൽപ്പിച്ച ജമ്മു കാശ്മീരാണെന്ന് ആലോചിക്കണം. ആ ജമ്മുവിനെതിരെ ഇത്തരത്തിൽ വളരെ തകർന്ന് നിന്ന സമയത്ത് ഒരു പൊരുതി കയറാനുള്ള ഒരു ശക്തി എനിക്ക് തോന്നുന്നു 8ാം വിക്കറ്റിലും 9ാം വിക്കറ്റിലും ഒക്കെ നമ്മുടെ പ്രത്യേകിച്ച് നിതീഷ് എന്ന ഫാസ്റ്റ് ബോളറുടെ ബോളിംഗ് പ്രകടനം മാത്രമല്ല, അതേമാതിരി ഒരു 7ാം വിക്കറ്റിൽ അദ്ദേഹം സൽമാനോടൊത്ത് നേടിയ ആ കൂട്ടുകെട്ടൊക്കെ തന്നെ നമ്മുടെ ഫൈറ്റിംഗ് സ്പിരിറ്റ് എടുത്ത് കാണിക്കുന്നതാണ്. അവിടെയാണ് മത്സരം തിരിച്ച് പിടിക്കാമെന്നുള്ള വിശ്വാസം കുറച്ചെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവുക. അടുത്ത മത്സരം ഗുജറാത്തിനെതിരെയാണ് എന്ന് പറയുന്നു. ഗുജറാത്ത് ഇതുവരെയുള്ള അവരുടെ ഒരു പ്രകടനമൊക്കെ കണ്ട് നമ്മുടെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും? നമുക്ക് ഇത് ഗുജറാത്ത് കരുത്തരായ ടീമൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ഗ്രൂപ്പിൽ ഇതിനേക്കാൾ കരുത്തരായിട്ടുള്ള പല ടീമുകളും ഉണ്ടായിരുന്നു. അവരെയൊക്കെ തോൽപ്പിക്കാനും അവരോടൊക്കെ പൊരുതാനും സാധിച്ച കേരള ടീമാണ്. അതുകൊണ്ട് തന്നെ വരുന്നത് ആരും ആയിക്കോട്ടെ, നമ്മൾ കരുതി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.